കണ്ണൂരിൽ സീറ്റ് തർക്കം രൂക്ഷം. UDF യോഗം ബഹിഷ്കരിച്ച് മുസ്ലിം ലീഗ്. ഈ ദിവസത്തെ പ്രധാന വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10ലേക്ക് സ്വാഗതം. കണ്ണൂരിൽ UDF സീറ്റ് തർക്കം രൂക്ഷം. സീറ്റുകളിൽ അന്തിമ തീരുമാനം നീളുന്നതിനാൽ മുസ്ലിം ലീഗ് UDF യോഗം ബഹിഷ്കരിച്ചു. ഇന്ന് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് ലീഗ് തീരുമാനമെടുക്കുകയായിരുന്നു. ഇതോടെ പ്രശ്നം കൂടുതൽ സങ്കീർണമാകുന്ന സാഹചര്യമാണ്. ഇതോടെ പല സ്ഥലങ്ങളിലും ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പോലും പ്രഖ്യാപിക്കാൻ UDF-നായിട്ടില്ല. കോഴിക്കോട് കോർപ്പറേഷൻ കല്ലായി ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി സംവിധായകൻ VM വിനുവിന് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല. സ്ഥാനാർത്ഥിയായിരുന്ന VM വിനുവിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തുവെന്ന് കാട്ടി നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ തള്ളിയത്. ബീഹാർ മുഖ്യമന്ത്രിയായി 10ാം തവണയും സത്യപ്രതിജ്ഞ ചെയ്യാൻ നിതീഷ് കുമാർ. നാളെ രാവിലെ 10:30 ഗാന്ധി മൈതാനത്തിൽ വെച്ചാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കാൻ അഭ്യർത്ഥിച്ച് നിതീഷ് കുമാർ ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കാണും. ബംഗളൂരു നഗരത്തിൽ പട്ടാപ്പകൽ വൻ കൊള്ള. ATMകളിൽ നിറയ്ക്കാനായി കൊണ്ടുപോയ 7 കോടിയോളം രൂപയാണ് കൊള്ളയടിച്ചത്. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ചമഞ്ഞെത്തിയ സംഘമാണ് പണം കവർന്നത്. HDFC ബാങ്കിന്റെ ATMകളിൽ നിറയ്ക്കാനായി കൊണ്ടുപോയ പണമാണ് സംഘം കൊള്ളയടിച്ചത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ നടത്തിയ പരിശോധനയിൽ 2 ലക്ഷത്തിലധികം രൂപ വില വരുന്ന വ്യാജ മരുന്നുകൾ ഡ്രഗ് ഇന്റലിജൻസ് വിഭാഗം പിടികൂടി. തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ നിന്നാണ് വ്യാജ മരുന്നുകൾ കണ്ടെത്തിയത്. തിരുവനന്തപുരത്തെ ആശ്വാസ് ഫാർമ, തൃശൂരിലെ മെഡ് വേൾഡ് ഫാർമ എന്നീ സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു. പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സഹകരണ സംഘം തട്ടിപ്പിൽ BJP നേതാവ് S സുരേഷിന് കുരുക്കുമുറുകുന്നു. നഷ്ടപ്പെട്ട പണം തിരികെ പിടിക്കാനുള്ള നടപടികളുടെ ഭാഗമായുള്ള സഹകരണ വകുപ്പിന്റെ ഉത്തരവ് പ്രകാരം 43 ലക്ഷം രൂപ പലിശ സഹിതം തിരിച്ചടക്കണമെന്നാവശ്യപ്പെട്ട് സുരേഷിന് നോട്ടീസ് നൽകി. ആധാർ കാർഡിൽ മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ച യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഉടമയുടെ ഫോട്ടോയും QR കോഡുമുള്ള പുതിയ ആധാർ കാർഡ് രൂപകൽപ്പന ചെയ്യാനാണ് തീരുമാനം. വ്യക്തികളുടെ ഡാറ്റ ദുരുപയോഗം ചെയ്യുന്നത് തടയാനും നിലവിലെ നിയമത്തിന് വിരുദ്ധമായ ഓഫ്ലൈൻ വേരിഫിക്കേഷൻ രീതികൾ നിരുത്സാഹപ്പെടുത്തുന്നതിനുമാണിത്. സംസ്ഥാനത്തിന്റെ SIR സംബന്ധിച്ച ഹർജികൾ സുപ്രീം കോടതി നാളെ പരിഗണിക്കും. സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധന നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഇടുക്കിയിൽ സ്കൂൾ ബസ് കയറി വിദ്യാർത്ഥിനി മരിച്ചു. വാഴത്തോപ്പ് ഗിരിജ്യോതി പബ്ലിക് സ്കൂളിലെ പ്ലേ സ്കൂളിലെ 4 വയസ്സുകാരി വിദ്യാർത്ഥിനിയായ ഹെയ്സൽ ബെൻ ആണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ഇനായ ഫൈസൽ എന്ന കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റു. മകനെ നിരോധിത ഭീകര സംഘടനയായ ISIS-ൽ ചേരാൻ നിരന്തരം പ്രേരിപ്പിക്കുന്നുവെന്ന ബന്ധുക്കളുടെ പരാതിയിൽ മാതാവിനും രണ്ടാനച്ഛനുമെതിരെ UAPA ചുമത്തി കേസെടുത്തു പോലീസ്. രണ്ടാനച്ഛനായ വെമ്പായം സ്വദേശി പത്തനംതിട്ട സ്വദേശിയായ മാതാവിനെ വിവാഹം കഴിച്ച ശേഷം മതം മാറ്റിയിരുന്നു. ഇയാൾ യുവതിയുടെ ആദ്യ വിവാഹത്തിലെ മകനെ IS-ൽ ചേരാൻ നിരന്തരം പ്രേരിപ്പിക്കുകയും ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാൻ ആഹ്വാനം ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങൾ കാട്ടി കുട്ടിയെ സമ്മതിപ്പിക്കുകയുമായിരുന്നു. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.